ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു പാർട്ടിൽ നമ്മൾ 4 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 4 മാർക്കിന് നിങ്ങൾക്ക് 4 ചോദ്യങ്ങൾക്കായിരുന്നു ആൻസർ ചെയ്യാനുള്ളത്. ഓക്കെ, 21 മുതൽ 25 വരെ. ഓക്കെ, അപ്പോൾ ഈ ഒരു സെഷനിൽ ഒരു ചോദ്യം നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഏത് ചോദ്യം സ്കിപ്പ് ചെയ്യണം എന്നുള്ളത് നിങ്ങളുടെ ഒരു ലെവൽ വെച്ചിട്ട് എന്ത് ചെയ്യുക, തീരുമാനിച്ചാൽ മതിയാവും. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ദ യൂസസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ എക്കണോമിക്സ്. ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വന്നിട്ടുണ്ട് ഈ ചോദ്യം. അപ്പോൾ ഇതിൻ്റെ ഉത്തരം നമ്മൾ നോക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്? ഒന്ന്, ഫോർമുലേഷൻ ഓഫ് എക്കണോമിക് ലോസ്. എക്കണോമിക് ലോസിൻ്റെ ഫോർമേഷന് നല്ല രീതിയിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ ഹെൽപ്സ് ഇൻ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് സോൾവിങ് എക്കണോമിക് പ്രോബ്ലം. എക്കണോമിക് പ്രോബ്ലംസ് മനസ്സിലാക്കാനും അത് പരിഹരിക്കാനും സ്റ്റാറ്റിസ്റ്റിക്സ് ആവശ്യമാണ്. ആൻഡ് ഹെൽപ്സ് ഇൻ എസ്റ്റാബ്ലിഷിങ് മാത്തമെറ്റിക്കൽ റിലേഷൻ ആൻഡ് യൂസ്ഫുൾ ടു സ്റ്റഡി ബിഹേവിയർ ഓഫ് ഡിഫറെൻറ്റ് എക്കണോമിക് പ്രോബ്ലം. ദെൻ ഇൻ പബ്ലിക് ഫൈനാൻസ്. ഇത് തന്നെ എഴുതണമെന്നില്ല, നിങ്ങൾ എക്കണോമിക്സിൽ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ യൂസസ് എന്ന് പറഞ്ഞിട്ട് പഠിച്ചിട്ടുള്ള പോയിന്റുകൾ എഴുതിയാലും നിങ്ങൾക്ക് ഈ ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള മാർക്ക് കിട്ടും. അപ്പോൾ എന്താണെന്നുള്ളത് നല്ല രീതിയിൽ തന്നെ എഴുതുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. റെഡിയല്ലേ? അതായിരുന്നു നമ്മുടെ 4 മാർക്കിൻ്റെ ഒന്നാമത്തെ ചോദ്യം. അപ്പോൾ 4 മാർക്കാണ്. അപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് പോയിൻ്റ് മാത്രം എഴുതിയോണ്ട് മാർക്ക് കിട്ടില്ല. എന്ത് വേണം? പ്രോപ്പറായിട്ടുള്ള എക്സ്പ്ലനേഷനും കൂടി ഉണ്ടെന്ന് ഉറപ്പ് വരുത്തും. ഓരോ പോയിൻ്റ് എഴുതിയിട്ട് അതിൻ്റെ ഒരു 2-3 ലൈൻസും കൂടി ഒരു എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതിയാൽ നിങ്ങൾക്ക് അതിൻ്റെ പൂർണ്ണമായ മാർക്കും കിട്ടുന്നതായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിഫറൻസിയേഷനാണ്. അത് ഒരു പോയിൻറ്റിൻ്റെ അല്ല, 2 കാര്യങ്ങൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. ഒന്ന്, ആദ്യത്തേത് പോപ്പുലേഷനും സാമ്പിളും തമ്മിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. രണ്ടാമത്തേതെന്ന് പറയുന്നത് റാൻഡം സാമ്പിളിങ്ങും അതുപോലെ തന്നെ നോൺ റാൻഡം സാമ്പിളിങ്ങും തമ്മിലുള്ള ഡിഫറൻസും എഴുതണം. അങ്ങനെ മൊത്തം നമുക്ക് 2 സെക്ഷനായിട്ടാണ് എന്ത് വേണ്ടത്, നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യേണ്ടത്. റെഡിയല്ലേ? അപ്പോൾ നമുക്ക് രണ്ടും എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് ഒന്ന് നോക്കാം. ആദ്യത്തെ കേസ് എന്ന് പറയുന്നത് പോപ്പുലേഷനും സാമ്പിളിംഗ് ആണ്. പോപ്പുലേഷൻ ഈസ് എ എൻറ്റയർ കളക്ഷൻ ഓഫ് സബ്ജക്ട്സ് എഫക്റ്റഡ് ബൈ യുവർ റിസർച്ച് ക്വസ്റ്റ്യൻ ആൻഡ് സാമ്പിൾ ഈസ് എ സബ്സെറ്റ് ഓഫ് ദ പോപ്പുലേഷൻ യു സ്റ്റഡി. നമ്മൾ മൊത്തം പഠിക്കുന്ന ഏരിയ ആണ് എന്ത്, പോപ്പുലേഷൻ എന്ന് പറയുന്നത്. എന്നാൽ സാമ്പിൾ എന്ന് പറയുന്നത് ഈ പോപ്പുലേഷൻ്റെ ഒരു സബ്സെറ്റ് മാത്രമാണ്, ഒരു പാർട്ട് മാത്രമാണ്. ആൻഡ് പോപ്പുലേഷൻ മെഷർമെൻറ്റ്സ് ടേക്ക് ഫ്രം എ ഹോൾ പോപ്പുലേഷൻ ആർ കോൾഡ് പാരാമീറ്റേഴ്സ്. നമ്മൾ പോപ്പുലേഷനെ കുറിച്ച് പഠിക്കുന്ന അതിൻ്റെ ഫീച്ചേഴ്സാണ് അതിൻ്റെ എന്ത്, പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. എന്നാൽ സാമ്പിളിൻ്റെ ഈ ഫീച്ചേഴ്സിനെ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് എന്നാണ് വിളിക്കുക. അപ്പോൾ പോപ്പുലേഷൻ്റെ ഫീച്ചേഴ്സ് പാരാമീറ്റേഴ്സ് എന്നും സാമ്പിളിൻ്റെ ഫീച്ചേഴ്സ് എന്താണ്, സ്റ്റാറ്റിസ്റ്റിക്സും. Then data for an entire population is often very difficult or impossible to collect. നമുക്കറിയാം പോപ്പുലേഷനിൽ നിന്ന്, അതായത് എൻറ്റയർ ഏരിയയിൽ നിന്ന് ഡേറ്റ കളക്ട് ചെയ്യുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമില്ല. ഇറ്റ്സ് കുറച്ച് ഡിഫിക്കൾട്ടാണ്. ആൻഡ് ഇൻ ദ കേസ് ഓഫ് സാമ്പിൾ നമുക്ക് പോപ്പുലേഷൻ്റെ ഡേറ്റ അവൈലബിൾ അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് പോപ്പുലേഷൻ്റെ ഒരു പാർട്ട് എടുത്ത് പഠിച്ചിട്ട് അതിൽ നിന്നൊരു ഇൻഫറൻസിലേക്ക് വരാൻ വേണ്ടിയിട്ട് സാധിക്കും. ദെൻ ഇഫ് യു ഡു ഹാവ് ഡേറ്റ ഫോർ എ ഹോൾ പോപ്പുലേഷൻ യുവർ പാരാമീറ്റേഴ്സ് വിൽ ബി ട്രൂ മെഷേഴ്സ് ഓഫ് സം പോപ്പുലേഷൻ ക്യാരക്ടറിസ്റ്റിക്സ്. നമ്മൾ മൊത്തം പോപ്പുലേഷൻ എടുത്ത് പഠിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ കുറച്ചുകൂടെ ട്രൂ ആവാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ സാമ്പിൾ ഡേറ്റയാണ് നമ്മളെടുത്ത് പഠിക്കുന്നെങ്കിൽ വിച്ച് ക്യാൻ ബി യൂസ് ടു എസ്റ്റിമേറ്റ് പോപ്പുലേഷൻ പാരാമീറ്റേഴ്സ്. ദിസ് എസ്റ്റിമേറ്റ് വിൽ ഓൾവേസ് ഇൻവോൾവ് സം മാർജിൻ ഓഫ് എറേഴ്സ് ഡ്യൂ ടു സാമ്പിളിംഗ് ബയാസ് ആൻഡ് അതർ എറേഴ്സ്. നമ്മൾ സാമ്പിളിൽ നിന്നാണ് പഠനങ്ങൾ നടത്തുന്നതെങ്കിൽ അതിൽ ചില തെറ്റുകൾ വരാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് റാൻഡം സാമ്പിളിങ്ങും നോൺ റാൻഡം സാമ്പിളിങ്ങും നോക്കാം. ഈ റാൻഡം സാമ്പിളിങ്ങിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് പ്രോബബിലിറ്റി സാമ്പിളിംഗ്. അതുപോലെ നോൺ റാൻഡം സാമ്പിളിങ്ങിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ്. ഈ റാൻഡം സാമ്പിൾ എന്ന് പറയുമ്പോൾ നമ്മൾ റാൻഡമായിട്ട് സെലക്ട് ചെയ്യുന്ന, ഒരു മുൻവിധിയോ ഒന്നും കൂടാതെ സെലക്ട് ചെയ്യുന്ന സാമ്പിൾസ് ആണെന്ത്, അല്ലെങ്കിൽ സാമ്പിളിംഗ് ആണെന്ത്, റാൻഡം സാമ്പിൾ. എന്നാൽ നോൺ റാൻഡം സാമ്പിളിംഗ് എന്ന് പറയുന്നത് സാമ്പിൾ സെലക്ഷൻ ബേസ്ഡ് ഓൺ സബ്ജക്റ്റീവ് ജഡ്ജ്മെൻറ്റ് ഓഫ് ദ റിസർച്ചർ. അവിടെ റിസർച്ചറിൻ്റെ കൺവീനിയൻസും ജഡ്ജ്മെൻറ്റും ഒക്കെ അവിടെ എന്താവുന്നുണ്ട്, ഒരു ഫാക്ടറായിട്ട് വരുന്നുണ്ട്. ദെൻ ഇൻ കേസ് ഓഫ് റാൻഡം സാമ്പിളിംഗ് എവ്രി വൺ ഇൻ ദ പോപ്പുലേഷൻ ഹാസ് എൻ ഈക്വൽ ചാൻസ് ഓഫ് ഗെറ്റിംഗ് സെലക്റ്റഡ്. അതായത് ആ ഒരു പോപ്പുലേഷനുള്ള ഓരോ ഐറ്റത്തിനും ഓരോ യൂണിറ്റിനും ഈ സാമ്പിളിൻ്റെ ഭാഗം അല്ലെങ്കിൽ സെലക്ട് ആവാനുള്ള എന്ത് കിട്ടുന്നുണ്ട്, ഒരു ചാൻസ് കിട്ടുന്നുണ്ട്, ഈക്വൽ ചാൻസാണ്. എന്നാൽ നോൺ റാൻഡം സാമ്പിളിങ്ങിൽ എല്ലാ യൂണിറ്റിനും നോട്ട് എവ്രി വൺ ഹാസ് എൻ ഈക്വൽ ചാൻസ് ടു പാർട്ടിസിപ്പേറ്റ്. എല്ലാ യൂണിറ്റിനും ഒരു
പാർട്ടാവാനുള്ള ചാൻസ് കിട്ടുന്നില്ല. ആൻഡ് റാൻഡം സാമ്പിളിംഗ് യൂസ്ഡ് വെൻ സാമ്പിളിംഗ് ബയാസ് ടു ബി റെഡ്യൂസ്. അതായത് റാൻഡം സാമ്പിളിംഗ് എപ്പോഴാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ സാമ്പിളിംഗ് ബയാസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ നോൺ റാൻഡം സാമ്പിളിംഗിൽ ദ റിസർച്ചർ ഡസ് നോട്ട് കൺസിഡർ സാമ്പിളിംഗ് ബയാസ്. അതായത് നോൺ റാൻഡം സാമ്പിളിംഗ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ റിസർച്ചർ അങ്ങനെയൊരു സാമ്പിളിംഗ് ബയാസിനെ കുറിച്ചിട്ട് കൺസിഡറേ ചെയ്യുന്നില്ല. ആൻഡ് റാൻഡം സാമ്പിളിംഗ് യൂസ്ഫുൾ വെൻ ദ പോപ്പുലേഷൻ ഈസ് ഡൈവേഴ്സ്. വളരെ വ്യത്യസ്തമായിട്ടുള്ള ഹെട്രോജീനിയസ് ആയിട്ടുള്ള പോപ്പുലേഷൻ ആണെങ്കിൽ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ആണ് ബെറ്റർ. എന്നാൽ നോൺ റാൻഡം സാമ്പിളിംഗ് കുറച്ചുകൂടെ ബെറ്റർ ആവുന്നത് എന്ന് വെച്ചാൽ സിമിലർ ട്രേറ്റ്സ് ഉള്ള യൂണിറ്റിൽ നിന്ന് എടുക്കുമ്പോഴാണ്. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ ഡിഫറൻസ് ആണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് വർ ദ റീസൺസ് ഫോർ സ്റ്റാഗ്നേഷൻ ഇൻ ദ അഗ്രികൾച്ചറൽ സെക്ടർ ഡ്യൂറിങ് ബ്രിട്ടീഷ് പീരീഡ്. അതായത് ബ്രിട്ടീഷ് പീരീഡിൽ അഗ്രികൾച്ചറലിൻ്റെ സ്റ്റാഗ്നേഷന്, അതായത് ഒരു പ്രതിസന്ധി അവസ്ഥയിൽ അല്ലെങ്കിൽ സ്തംഭിച്ചു പോയ അവസ്ഥയിൽ അഗ്രികൾച്ചർ ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ്? ഇൻട്രൊഡക്ഷൻ ഓഫ് ലാൻഡ് റവന്യൂ സിസ്റ്റം, ജമീന്ദാരി സിസ്റ്റം ഒക്കെ എഴുതിയാലും മാർക്ക് കിട്ടും. പിന്നെ ഫോഴ്സ്ഫുൾ കൊമേഴ്ഷ്യലൈസേഷൻ, അതായത് ഫുഡ് ഗ്രെയിൻസിൽ നിന്ന് ക്രോപ്പിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു. പിന്നെ ലാക്ക് ഓഫ് ഇറിഗേഷൻ ഫെസിലിറ്റീസ് ആൻഡ് റിസോഴ്സസ് ഒക്കെ ഇതിൻ്റെ റീസണായിട്ട് നമുക്ക് പറയാവുന്നതാണ്. അപ്പോൾ നിങ്ങളത് ചുമ്മാ എഴുതിയാൽ പോരാ, എക്സ്പ്ലനേഷൻ വേണം കേട്ടോ, പ്രോപ്പറായിട്ടുള്ള എക്സ്പ്ലനേഷൻ വേണം. പിന്നെ ഭക്ഷ്യവിളകളിൽ നിന്ന് നാണ്യവിളകളിലേക്ക്, ഫുഡ് ക്രോപ്സിൽ നിന്ന് ക്യാഷ് ക്രോപ്സിലേക്കുള്ള മാറ്റം, അതുപോലെ തന്നെ അതിനാണ് കൊമേഴ്ഷ്യലൈസേഷൻ എന്ന് പറയാൻ. ലാക്ക് ഓഫ് ഇറിഗേഷൻ, ജലസേചനം, ഇതിൻ്റെ ഫെസിലിറ്റീസൊക്കെ വളരെ കുറവായിരുന്നു. പിന്നെ നല്ല ഇനം വിത്തുകൾ വാങ്ങാനുള്ള പ്രയാസങ്ങളൊക്കെ നിങ്ങൾക്ക് എഴുതാം, അതിനൊക്കെ മാർക്ക് കിട്ടും. അപ്പോൾ 4 പോയിൻ്റ് എന്തായാലും വേണം. അത് എഴുതിയിട്ട് നല്ല രീതിയിൽ തന്നെ അത് പ്രോപ്പറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആയിരുന്നു. അതിനു മുമ്പ് വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. എക്സ്പ്ലെയിൻ ദ ലോങ് ടേം ഗോൾസ് ഓഫ് 5-year പ്ലാൻ. ദീർഘകാലത്തെ പഞ്ചവത്സര പദ്ധതികളുടെ ലോങ് ടേം ഗോൾസ് എന്തായിരുന്നു എന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഗോൾസായിട്ട് നമുക്ക് എന്തൊക്കെ എഴുതാം? ഗോൾസിൽ വരുന്നതാണ് ഫോറിൻ ട്രേഡ്, മോഡേണൈസേഷൻ, സെൽഫ് റിലയൻസ്, അതുപോലെ തന്നെ എക്കണോമിക് ഇക്വിറ്റി ആൻഡ് സോഷ്യൽ ജസ്റ്റിസ്, എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി, ഇക്വിറ്റി, പിന്നെ നമുക്ക് ഗ്രോത്ത്, പിന്നെ പെർ ക്യാപിറ്റ ഇൻകം ഇൻക്രീസ് ചെയ്യുന്നത്. ഇതൊക്കെ എന്താണ്? ഇതൊക്കെ 5-year പ്ലാൻസിൻ്റെ ലോങ് ടേം ഗോൾസായിട്ട് നമുക്ക് എഴുതാവുന്നതാണ്. അപ്പോൾ ചുമ്മാ എഴുതിയാൽ പോരാ, പ്രോപ്പറായിട്ട് അതിൻ്റെ എക്സ്പ്ലനേഷനും കൂടി എഴുതണം. പിന്നെ ഉണ്ടായിരുന്നത് ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഹിസ്റ്റോഗ്രാം റിലേറ്റ് ചെയ്ത് നിൽക്കുന്നത് യൂസ് ടു ലൊക്കേറ്റ് മൂഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഏരിയ ആണ്. അതായത് എ കോളത്തിലെ 1ാമത്തതും ബി കോളത്തിലെ 3ാമത്തതാണ് കറക്റ്റ് ആൻസർ. അതാണ് ഫസ്റ്റത്തെ ശരിയായിട്ടുള്ള ജോഡി. പിന്നെ പൈ ഡയഗ്രാം വളരെ സിമ്പിളാണ്. എന്താണ്? സർക്കിൾ എന്ന് പറയുന്നതാണ് അതിൻ്റെ കറക്റ്റ് ആൻസർ. ഇങ്ങനെയായിരുന്നു. പിന്നെ വരുന്നത് പാർട്ട് ഓഫ് എ ടേബിളാണ്, അത് സ്റ്റെപ്സാണ്. റോ ഹെഡിനെ വിളിക്കുന്ന പേരാണ് സ്റ്റെപ്സ്. പിന്നെ അരിത്മെറ്റിക് ലൈൻ ഗ്രാഫ്, ടൈം സീരീസ് ഗ്രാഫ്. ഈ രീതിയിൽ നമ്മൾ കൃത്യമായിട്ട് അത് ചേരുംപടി ചേർത്തിട്ടുണ്ടെങ്കിൽ നമുക്കതിൻ്റെ മുഴുവൻ മാർക്കും വളരെ ഈസി ആയിട്ട് തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ചുമ്മാ ഇങ്ങനെ വരച്ച് വയ്ക്കരുത്. എ കോളത്തിന് യോജിച്ചത് ബി കോളത്തിൽ നിന്ന് എടുത്ത് അതിന് നേരെ വേണം എഴുതാൻ. അതായത് ഹിസ്റ്റോഗ്രാം എന്ന് എഴുതിയിട്ട് അതിന് തൊട്ട് നേരെ വേണ്ടത് യൂസ് ടു ലൊക്കേറ്റ് മോഡ് എന്നാണ് നിങ്ങൾ എഴുതേണ്ടത്. അപ്പോഴാണ് നമുക്ക് ആ 4 മാർക്ക് വളരെ ഈസി ആയിട്ട് തന്നെ കിട്ടുക. റെഡിയല്ലേ? അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു നമ്മുടെ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ തന്നെ എഴുതിയെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ ഏതെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ പറയാം. നന്നായിട്ട് തന്നെ നെക്സ്റ്റ് എക്സാമിനേക്കൊക്കെ വേണ്ടിയിട്ട് പഠിക്കാം. ഓക്കെ, ദെൻ അതൊക്കെയാണ് നിങ്ങൾക്ക് മെയിനായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഹെൽപ്ഫുള്ളായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.